ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. എല്ലാവർക്കും ഗുരുവായൂർ അമ്പലവിശേഷം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഗുരുവായൂർ ക്ഷേത്രം അതിലകത്ത് തന്നെയാണെങ്കിലും ഗുരുവായൂരപ്പനോടൊപ്പം തന്നെ തുല്യ പ്രാധാന്യം നേടിയ സന്നിധിയാണ് ഇടത്തരികത്തുകാവിൽ ഭഗവതിയുടേത്. ഇന്നത്തെ ഈ വീഡിയോ ഇടത്തരികത്തുകാവിൽ അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ടുള്ളതാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ കാവൽ ദൈവമാണ് ഭഗവതി എന്നാണ് ഭക്തജനങ്ങൾ വിശ്വസിക്കുന്നത്. ഭഗവാന്റെ ഇടതുഭാഗത്തുള്ള പ്രതിഷ്ഠയായതുകൊണ്ടാണ് ഇടത്തരികത്തുകാവ് ഭഗവതി എന്ന് പറയപ്പെടുന്നത്. വനദുർഗ ചൈതന്യത്തോടു കൂടിയ ഭദ്രകാളിയാണ് ഇവിടെ ദേവീ സങ്കല്പം. അമ്പാടിയിൽ യശോദയ്ക്ക് പിറന്ന കൃഷ്ണ സഹോദരിയായ ഭഗവതിയാണെന്നുള്ള സങ്കല്പവുമുണ്ട്. അതോടൊപ്പം തന്നെ ഈ പരാശക്തിയാണ് കാളിയുടെ രൂപത്തിൽ കംസനെ കൃഷ്ണ ജനനത്തെപ്പറ്റി അറിയിച്ചതെന്നും ഭാഗവതം പറയുന്നു. വനദുർഗാ സങ്കല്പം ഉള്ളതിനാൽ ഇവിടുത്തെ ശ്രീകോവിലിന് മേൽക്കൂരയില്ല. പടിഞ്ഞാറോട്ടാണ് ദേവിയുടെ പ്രതിഷ്ഠാ ദർശനം. സ്വയംഭൂവായ ഒരു കണ്ണാടി വിഗ്രഹമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഭഗവതിയുടെ തന്നെ ഒരു പ്രധാനപ്പെട്ട ആണ്ട് വിശേഷമാണ് ഇനി നടക്കാൻ പോകുന്ന നവരാത്രി. കന്നിമാസത്തിലെ വെളുത്ത പക്ഷത്തിലെ പ്രഥമ, അതായത് അമാവാസിയുടെ പിറ്റേ ദിവസം മുതലുള്ള 9 ദിവസമാണ് നവരാത്രിയായി നമ്മൾ ആചരിച്ചു വരുന്നത്. രാജ്യമെമ്പാടുമുള്ള എല്ലാ ദേവീ സന്നിധികളിലും ഈ ദിവസങ്ങൾ അതിവിശേഷമായി ആചരിച്ചു വരുന്നുണ്ട്. അതോടൊപ്പം ഗുരുവായൂർ ക്ഷേത്രത്തിൽ നവരാത്രി നാളുകളിൽ ഭഗവതിക്ക് വിശേഷാൽ പൂജകളും വഴിപാടുകളും എല്ലാം നടത്താറുണ്ട്. അതോടൊപ്പം 9 ദിവസങ്ങളിലും വിശേഷാൽ ദേവിക്ക് അലങ്കാരങ്ങളും ഉണ്ടാകും. ഓരോന്നും ഭക്തരുടെ വഴിപാടായിട്ടാണ് നടത്തി വരുന്നത്. ദുർഗാഷ്ടമി ദിവസം സന്ധ്യയ്ക്ക് പൂജവെപ്പ് ചെയ്തിട്ടുണ്ട്. ക്ഷേത്രത്തിലെ കൂത്തമ്പലത്തിൽ നെറ്റിപ്പട്ടം, ആലവട്ടം, വെഞ്ചാമരം എന്നിവയും ഗുരുവായൂരപ്പൻ്റെയും ഈ അടുത്തിടെ പുതുക്കി വരച്ച സരസ്വതി ദേവിയുടെയും ഗണപതിയുടെയും ചിത്രങ്ങളെല്ലാം പീഠത്തിൽ ഒരുക്കി വെച്ചതിന് മുമ്പിലായിട്ടാണ് പുസ്തകങ്ങളും സംഗീതോപകരണങ്ങളും ആയുധങ്ങളും എല്ലാം പൂജയ്ക്കായി വെച്ചിരിക്കുന്നത്. ആദ്യകാലങ്ങളിൽ ഗണപതിക്ക് നടയുടെ മുമ്പിലുള്ള സരസ്വതി അറയിലാണ് പൂജവെപ്പ് നടത്തിയിരുന്നത്. പിന്നീട് സ്ഥലപരിമിതി കാരണം കൂത്തമ്പലത്തിലേക്ക് മാറ്റുകയായിരുന്നു. മഹാനവമി ദിവസം മുഴുവൻ അടച്ചുപൂജ ഉണ്ടായിരിക്കും. വിജയദശമി ദിവസം രാവിലെ പൂജ കഴിഞ്ഞ് പുസ്തകങ്ങളും സംഗീതോപകരണങ്ങളും ആയുധങ്ങളും തിരിച്ചു കൊടുക്കുകയും അന്നേ ദിവസം ആയിരക്കണക്കിന് കുരുന്നുകൾ ക്ഷേത്രത്തിൽ ആദ്യാക്ഷരം കുറിക്കുകയും ചെയ്യുന്നു. ക്ഷേത്രം കീഴ്ശാന്തിമാരാണ് വിദ്യാരംഭത്തിന് കാർമ്മികത്വം വഹിക്കുന്നത്. വർഷങ്ങൾ നീണ്ട പരിശീലനത്തിന് ശേഷം പുതിയ കൃഷ്ണനാട്ടം കലാകാരന്മാർ അരങ്ങേറ്റം കുറിക്കുന്നതും അന്നേ ദിവസം തന്നെയാണ്. ഏവർക്കും ഗുരുവായൂർ അമ്പലവിശേഷം യൂട്യൂബ് ചാനലിൻ്റെ ഹൃദയം നിറഞ്ഞ വിജയദശമി ആശംസകൾ.